ഹലോ, എൻ്റെ ഫേസ് ഫുള്ള് സ്കിൻ കെയർ ചെയ്ത ബ്ലാക്ക് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് ഇല്ല, വൈറ്റ് ഹെഡ്സും പിമ്പിൾസ് പോകുമ്പം ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനം ഡാർക്ക് സ്പോട്ട്സും എല്ലാം ഉണ്ട്, ഇല്ലാത്തൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഹോം റെമഡി ചെയ്യാമെന്ന്. ഫസ്റ്റ് ഫേസ് ഫുള്ള് ക്ലെൻസ് ചെയ്യുക, എന്നിട്ട് അത് നല്ലോണം തുടയ്ക്കുക. എന്നിട്ട് ഫാൻ്റെ കീഴിൽ നിന്ന് കുറച്ച് ഡ്രൈ ആക്കുക. എന്നിട്ട് ഒരു ടൊമാറ്റോവും കുറച്ച് ഷുഗറും എടുത്തിട്ട് ഫേസിൽ നല്ലോണം മസാജ് ചെയ്യുക. അത് നമുക്കൊരു സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മളെ ബ്ലാക്ക് ഹെഡ്സോ വൈറ്റ് ഹെഡ്സോ ഉള്ളവരാണെങ്കിൽ അത് നല്ലോണം കുറയും. ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലോണം കുറയും. ഇത് തേക്കുമ്പോൾ വായിക്കത്തോട്ട് കയറി പോകുമ്പോൾ അപ്പോൾ ഇങ്ങനെ നക്കി തിന്നുക. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അത് മാത്രമല്ല, നമ്മളെ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സും കുറയ്ക്കും. ഡാർക്ക് സ്പോട്ട്സൊക്കെ ഉള്ളതൊക്കെ കുറയ്ക്കും. പിന്നെ പിമ്പിൾസ് വരാതെ പ്രിവെൻറ്റ് ചെയ്യും. എന്ത് ഫേസിൽ അപ്ലൈ ചെയ്താലും നമ്മൾ കഴുത്തിൽ അപ്ലൈ ചെയ്യാൻ വിട്ടുപോകരുത്. കഴുത്തിനും കൂടെ അപ്ലൈ ചെയ്യണം. എന്നിട്ട് ഇത് നമ്മൾ വാഷ് ചെയ്ത് കളയുക. അപ്പോൾ ഫേസിൽ കുറച്ച് ചേഞ്ചസൊക്കെ നമുക്ക് കാണാൻ പറ്റും. ദെൻ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോവാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് മഞ്ഞളും, ഞാനിവിടെ എടുത്തിരിക്കുന്ന പച്ചമഞ്ഞളാണ്, പിന്നെ കേർഡും കൂടെ. കേർഡില്ല, തൈര് എടുത്താലും വെള്ളം യൂസ് ചെയ്ത്. കാരണം പച്ചമഞ്ഞളൊക്കെ ആണെങ്കിൽ, കസ്തൂരി മഞ്ഞളൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ എരിച്ചിലൊക്കെ വരും ഫേസിൽ. അത് മാറാനും പിന്നെ മഞ്ഞ കളർ ഫേസിൽ വരും, അതും വരാതിരിക്കാനുമാണ് നമ്മൾ പാലോ കേർഡോ ഒക്കെ എടുക്കുന്നത്. അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്ര എരിച്ചിലും വരത്തില്ല, മഞ്ഞ കളറും വരത്തില്ല. ഈ കുളിച്ചിട്ട് വന്നിട്ട് നോക്കാം എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോയെന്ന്. ഫേസിലെ വൈറ്റ് ഹെഡ്സ് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്, സോഫ്റ്റ്നെസ്സും ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് എൻ്റെ ഫേസിൽ തോന്നിയാൽ കമൻറ്റ് കറോ.